എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പൂർണ്ണചന്ദ്രനെ കണ്ട ഗോക്കു അവനാണെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാവർക്കും ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ സംശയിച്ചതുപോലെ തന്നെ ഗോക്കുവിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മോൺസ്റ്ററായിട്ട് മാറും. ഗോക്കു മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ആ പാലസ് അതങ്ങനെ തകർത്ത് മുൻപോട്ടേക്ക് നടന്ന് നീങ്ങുകയാണ്. ഹാൻസം ബോയ് വിളിച്ചു പറയും എത്രയും വേഗം ഗോക്കുവിനെ തടയണം, അതല്ല എങ്കിൽ പോയി അവന്റെ മുൻപിൽ കാണുന്നവരെ എല്ലാവരെയും അവൻ ഇല്ലാതാക്കും. അവന് കൺട്രോൾ നഷ്ടപ്പെട്ടാൽ പിന്നെ മുൻപിലുള്ളത് ആരാണെന്ന് അവന് മനസ്സിലാവില്ല. അങ്ങനെയാണ് അവന്റെ ഗ്രാൻഡ് പേ അവൻ കൊന്നു കളഞ്ഞത്. സോ എത്രയും വേഗം അവനെ തടയണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പിന്നാലെ പോകാൻ ശ്രമിക്കുകയാണ്. ആ സമയം ഇപ്പൊ ആ മാൻഷൻ അത് കിടുങ്ങി വിറയ്ക്കുന്നത് കേട്ട് ആ ചുന്ദരിപ്പെണ്ണ് വില്ലത്തിയും ഡോഗും അവർ രണ്ടുപേരും എഴുന്നേക്കും. മാൻഷനാണെങ്കിൽ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ അവൻ ആ മാൻഷന്റെ മേൽക്കൂര അത് മുഴുവനായിട്ട് തകർത്ത് ഇപ്പൊ അവരെ നോക്കും. അവരാണെങ്കിൽ ഗോക്കു മോൺസ്റ്ററിനെ കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. കൂർക്കം വലിച്ചുറങ്ങുന്ന അവരുടെ ബീസ്റ്റിനെ എഴുന്നേപ്പിക്കാനായിട്ട് ശ്രമിക്കും. ആളാണെങ്കിൽ കൈയൊക്കെ തട്ടി മാറ്റി പതിയെ കണ്ണൊക്കെ തിരുമ്മി മുകളിലേക്ക് നോക്കും. അടുത്ത നിമിഷം ആ മോൺസ്റ്ററിനെ കണ്ട് പേടിച്ച് നിലവിളിച്ച് ഇപ്പൊ അവരുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. പ്ലീസ് എങ്ങനെയെങ്കിലും അതിനെ ഇവിടെ തുരത്തി ഓടിക്ക്. ഇതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേടിയാവുന്നു, അത് എന്നെ ഇല്ലാതാക്കും. അവരാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ചുന്ദരി പെണ്ണും ഡോഗും അവർ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ മോൺസ്റ്റർ ഗോക്കുവിന് നേരെ വലിച്ചെറിയും. പക്ഷേ അവനാണെങ്കിൽ അതിൽ യാതൊന്നും സംഭവിക്കില്ല. അവൻ അവരെ നോക്കി ടെററായി ഫുൾ കലിപ്പിൽ മുരച്ച് നിൽക്കും. അതേസമയം ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ചുമരിന്റെ മുകളിലേക്ക് കയറും. അവന്റെ തൊട്ടു പുറകിലായി നമ്മുടെ ബുൽമ പെണ്ണ് അവൾ മുകളിലേക്ക് കയറാൻ നോക്കും. പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. ഹാൻസം ബോയ് കൈ കൊടുക്കും. താഴെ നിന്ന് പന്നിപ്പയ്യൻ അവൻ അങ്ങനെ അവൾ ഉയർത്തി വിടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ചുന്ദരി വില്ലത്തി അവളാണെങ്കിൽ ഉഷാറായിട്ട് ഓടി വന്ന് അവരുടെ പ്ലെയിനിൽ കയറുകയാണ്. അവളുടെ തൊട്ട് പിന്നാലെ ആ ബീസ്റ്റും ഡോഗും ആ പ്ലെയിനിലേക്ക് കയറും. അതിനുശേഷം അവളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് സ്റ്റാർട്ട് ആവില്ല. ബീസ്റ്റ് ആണെങ്കിൽ ദേഷ്യപ്പെടും. അതിനവൾ പറയും ഇതിന് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഗോക്കു മോൺസ്റ്റർ ആണെങ്കിൽ മൊത്തത്തിൽ കൺട്രോൾ പോയി ആ ബിൽഡിംഗ് അങ്ങനെ തകർക്കുകയാണ്. അവനാണെങ്കിൽ പതിയെ നടന്ന് ആ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് വരും. കറക്റ്റ് സമയം അത് സ്റ്റാർട്ടായി മുൻപിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെ ഫ്ലൈ ചെയ്ത് മുകളിലേക്ക് പോവാണ്. ആ കലിപ്പിൽ ഗോക്കു ആണെങ്കിൽ ആ ബിൽഡിങ്ങിൽ ആഞ്ഞടിക്കും. ആ അടിയുടെ ഇമ്പാക്റ്റിൽ ഇവിടെ നമ്മുടെ ആൾക്കാർ തെറിച്ചു പോയി അടിച്ചു വീഴും. ഉണ്ണിക്കുട്ടനാണെങ്കിൽ മുൽമയുടെ അടുത്തേക്ക് ഓടിയെത്തും. മുൽമ, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിനവള് പറയും എന്റെ കാല് പോയി, എനിക്കിപ്പോ എഴുന്നേക്കാൻ വയ്യ. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുൽമയായിട്ട് എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് അറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവരുടെ തൊട്ടു പുറകിൽ ഗോക്കു മോൺസ്റ്റർ അവൻ അങ്ങനെ വന്ന് നിൽക്കുക. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഹാൻസം ബോയോട് ഹെൽപ്പ് ചോദിക്കും. അവനാണെങ്കിൽ സുന്ദരി പെണ്ണുങ്ങൾ ടച്ച് ചെയ്യാൻ ഒരുപാട് ഭയമാണ്. പക്ഷെ വേറെ വഴിയില്ലാതെ ചുന്ദരി പെണ്ണിനെയും ഉണ്ണിക്കുട്ടനെയും തൂക്കിയെടുത്ത് അവൻ ഒരുപാട് ദൂരം ഉഷാറായിട്ട് അങ്ങനെ ഓടുകയാണ്. ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ കോട്ട അതങ്ങനെ തല്ലി തകർക്കും. അത് ദൂരത്തുനിന്ന് കണ്ട ബീസ്റ്റിനാണെങ്കിൽ അതൊട്ട് സഹിക്കാൻ കഴിയില്ല. ഓ നോ, ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് എൻ്റെ കോട്ട, അത് മുഴുവനായിട്ടും അവൻ തല്ലി തകർക്കുകയാണ്. ഇനി അതുപോലൊന്ന് കെട്ടിയുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം തിരികെ പോയി എനിക്ക് ആ മോൺസ്റ്ററിനെ തകർത്ത് ഇല്ലാതാക്കി എൻ്റെ ബാക്കിയുള്ള കോട്ടയെങ്കിലും തിരികെ പിടിക്കണമെന്ന് പറയും. ആ വില്ലത്തി പെണ്ണാണെങ്കിൽ അത് വേണമെന്ന് ചോദിക്കും. പക്ഷേ ബീസ്റ്റ് തറപ്പിച്ചു പറയും എനിക്കത് ചെയ്തേ പറ്റൂ, സോ തീർച്ചയായിട്ടും നീ തിരികെ പോകണം. അങ്ങനെ വേറെ വഴിയില്ലാതെ അവളിപ്പോൾ പ്ലെയിൻ അത് തിരികെ കൊണ്ടുപോവാണ്. ഇവിടെ സുന്ദരം പയ്യൻ ഹാൻസം ബോയ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അവന് ഭയങ്കര അത്ഭുതം, ഞാൻ ആദ്യമായിട്ട് ഒരു സുന്ദരി പെൺകുട്ടിയെ തൊട്ടിരിക്കുകയാണ്, ഈ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവനെ തന്നെ സമാധാനിപ്പിക്കും. ഇവിടെ നമ്മുടെ ബുൽമയ്ക്കാണെങ്കിൽ അവൻ ടച്ച് ചെയ്തത് കുറച്ച് ഇഷ്ടമാവും. ഇവിടെ ചുന്ദരി പെണ്ണാണെങ്കിൽ ആ വിമാനത്തിലുള്ള ഗണ്ണ് അതുപയോഗിച്ച് ഇപ്പൊ ഗോക്കുവിനെ പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് പേടിയാവും. ഗോക്കുവിന്റെ വാലില് ഒരുപാട് ബുള്ളറ്റ്സ് ഒന്ന് തറയ്ക്കുമ്പോൾ അവന്റെ കൺട്രോൾ പോയി കൂടുതൽ വയലന്റ് ആവുകയാണ്. അവൻ ആ പ്ലെയിൻ തകർക്കാനായിട്ട് ശ്രമിക്കും. ആ വില്ലത്തി പെണ്ണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പ്ലെയിൻ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബീസ്റ്റ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, അതിനൊരു പോറൽ പോലും ഏൽക്കില്ല, എത്രയും വേഗം റോക്കറ്റ് അതിന് നേരെ ലോഞ്ച് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം അവളാണെങ്കിൽ റോക്കറ്റ് അവേക്കൻ ചെയ്ത് ഇപ്പോ അവന് നേരെ പോയിന്റ് ചെയ്യുകയാണ്. അവളാണെങ്കിൽ ടാർഗറ്റ് ലോക്ക് ചെയ്ത് റോക്കറ്റ് ലോഞ്ചർ അത് അതിന് നേരെ അയക്കുകയാണ്. അത് ചേറി പാഞ്ഞു വന്ന് ഗോക്കുവിനെ ഇട്ടിച്ച് തകർക്കും. വലിയൊരു പൊട്ടിത്തെറിയിൽ ഗോക്കു അങ്ങനെ അടിച്ചു വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ ഒരു വീഴ്ചയിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർ ഹൃദയം തകർന്നു നിൽക്കും. ഇവിടെ ആ ബീസ്റ്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, ഞാനതിനെ കൊന്നു, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, വലിയൊരു ക്രൂവിനെ ഞാൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. ബീസ്റ്റും അവന്റെ അസിസ്റ്റൻസും ഇപ്പോ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. ബീസ്റ്റ് ആണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് ഇവനാണ് 10 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കോട്ട അത് തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പൊ ഗോക്കുവിന്റെ വാലിൽ കയറി
പറഞ്ച പുറഞ്ഞ ചവിട്ടും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ ചാടി എഴുന്നേൽക്കുകയാണ്. ഗോക്കുവെ കണ്ട് അവനാണെങ്കിൽ പേടിച്ചോടി വീണ്ടും ആ ഫ്ലൈറ്റ് എടുത്ത് പറക്കും. പക്ഷെ ഇത്തവണ ഗോക്കു വിടില്ല. അവനാണെങ്കിൽ വലിയൊരു ബിൽഡിംഗ് പീസ് എടുത്ത് ആ ഫ്ലൈറ്റിന് നേരെ വലിച്ചെറിയും. ആ ഫ്ലൈറ്റ് അങ്ങനെ തകർന്ന് താഴേക്ക് വീഴും. പക്ഷെ എന്താ പറഞ്ഞ ആ പീസ് അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ തെറിച്ചു പോവാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് കഷ്ടി രക്ഷപ്പെടും. ഹാൻസം ബോയ് ആണെങ്കിൽ പന്നിക്കുട്ടനോട് പറയും, നേരം വെളുക്കുന്നത് വരെ അവന്റെ കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും നമുക്ക് ഒളിച്ചിരിക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറഞ്ഞ് ഒരു ബൊൽമയെ നോക്കും. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഇടയിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. അവർ രണ്ടുപേരും ചേർന്ന് എങ്ങനെയെങ്കിലും ആ ബിൽഡിംഗ് ഉയർത്തി അവളെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമെന്ന് ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്, അവരെ കൊണ്ട് കഴിയില്ല. ഒരു വിട്ടുകൊടുക്കാതെ അവരുടെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അത് ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന ആ സമയം ഗോക്കു അവിടേക്ക് പാഞ്ഞടുക്കും. ഒരു ആ ബിൽഡിംഗ് ഉയർത്തി അവൾ പുറത്തേക്ക് വരുന്ന അതേ സമയം ഗോക്കു ആണെങ്കിൽ ഇപ്പൊ മുൽമയെ തൂക്കിയെടുക്കുകയാണ്. ഹാൻസം ബോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ അല്പസമയം പകച്ചു നിൽക്കുകയാണ്. ഉടനെ അവന്റെ അസിസ്റ്റന്റ് പറയും, അവന്റെ വാലാണ് വീക്ക് പോയിന്റ്. സോ അവന്റെ വാല് അത് കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അവനെ ബാക്ക് ടു നോർമൽ ആക്കാം. കേൾക്കുമ്പോൾ ആ ഹാൻസം ബോയ്ക്ക് ഒരുപാട് സന്തോഷം. വാവു, നീ കറക്റ്റ് സമയത്ത് ശരിയായ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവറൊക്കെ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറ അത് പീസാക്കി ഒരു വെപ്പനാക്കി മാറ്റുകയാണ്. അതിനുശേഷം ഗോക്കുവിന്റെ വാലിലേക്ക് ഓടി വന്ന് ആഞ്ഞു വെട്ടും. ഇവിടെ ഗോക്കു ആണെങ്കിൽ പൊൽമയെ അവളെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അടുത്ത നിമിഷം വാലിൽ വെട്ടുകൊണ്ടതും അവൻ ടെററായി ഇപ്പോ ഹാൻസം പയ്യനെ നോക്കും. ആക്ച്വലി ഗോക്കുവിന്റെ വാലിന് ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. അവൻ ആ ഹാൻസം പയ്യനെ നേരെ തിരിഞ്ഞൊന്ന് മനസ്സിലാക്കിയ ബാക്കിയുള്ളവര് അവരെല്ലാവരും ഇപ്പൊ ഗോക്കുവിന്റെ വാലിൽ പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഹാൻസം പയ്യനാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് വലിയൊരു ജയന്റ് കത്രികയായി മാറി അവന്റെ വാല് അത് കട്ട് ചെയ്യാൻ പറയും. അവനാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ഒരു വലിയ കത്രികയായി മാറി ആ വാല് അത് കട്ട് ചെയ്തെടുക്കും. അടുത്ത നിമിഷം നമ്മുടെ ജയന്റ് ഗോക്കു അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് പതി അവന്റെ മോൺസ്റ്റർ നേച്ചർ അത് വിട്ടുമാറി ബാക്ക് ടു നോർമൽ ആവുകയാണ്. പിന്നീട് അവൻ ഒന്നും അറിയാതെ കൂർക്കം വലിച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവരെല്ലാവരും അവനെ തന്നെ നോക്കും. ഓ നോ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവനാണെന്ന് ആരും പറയില്ല. ഈ കൊച്ചു പയ്യന്റെ ബോഡിയിൽ ഇത്രയും വലിയൊരു മോൺസ്റ്റർ ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷെ ഗോക്കുവിന് ഇനി വാലില്ല, അവന്റെ വാല് നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞ് ആ വാലവർ തൂക്കി കാണിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ ഒരു ബീസ്റ്റ് അവനാണെങ്കിൽ ഒത്തിരി വിഷമത്തിൽ അങ്ങനെ പൊട്ടിക്കരയാണ്. ഓ നോ, 10 വർഷത്തെ എൻ്റെ അധ്വാനമാണ് ഒറ്റയടിക്ക് ആ ബീസ്റ്റ് ഇല്ലാതാക്കിയത്. ആ കുഞ്ഞു പയ്യൻ ഗോക്കുവിനാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. അപ്പോഴായിരിക്കും ദൂരത്ത് കിടക്കുന്ന 2 വെപ്പൻസ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുക. അവൻ രണ്ടും എടുത്ത് അവൻ്റെ അസിസ്റ്റൻസിന്റെ കയ്യിൽ കൊടുക്കും. പക അത് വീട്ടാനുള്ളതാണ്. ഒരു കാരണവശാലും അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അവർ ചെയ്തതിനുള്ളത് അവരനുഭവിക്കണം. ആ ചുന്ദരി വില്ലത്തിയും ഡോഗും അവർ രണ്ടുപേരും ഒക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ അവർക്ക് നേരിട്ട് ചെയ്യും. ഒരു രണ്ടുപേരും നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഗ്യാപ്പിൽ ആ ബീസ്റ്റ് വില്ലനാണെങ്കിൽ അവിടുന്ന് 100-110 ഓടും. അത് കണ്ട് അവരാണെങ്കിൽ ഇപ്പൊ അവരും ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗോക്കു ആണെങ്കിൽ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഒൽമ പറയും, സത്യത്തിൽ ഗോക്കു അവൻ ആ ഒരു മോൺസ്റ്ററായി മാറിയതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ജീവൻ തിരികെ കിട്ടിയത്. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു പവർ ഉണ്ടായിരുന്നെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഗോക്കുവിന് പോലും അറിയില്ല അവനൊരു മോൺസ്റ്റർ ആണെന്ന്. അവനാണ് അവന്റെ ഗ്രാൻഡ് പേ കൊന്നതെന്ന്. നമ്മളാരും അത് അവനോട് പറയാൻ പാടില്ല. അത് അറിയുമ്പോൾ അവൻ ഒരുപാട് വിഷമാവെന്ന് പറയും. അവളത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഇപ്പൊ ഗോക്കു ആണെങ്കിൽ വലിയൊരു കോട്ടുവായൊക്കെ വിട്ട് പതിയെ എഴുന്നേക്കാണ്. ഒൽമയാണെങ്കിൽ പന്നിക്കുട്ടനോട് അവൻ ഉടുക്കാനായിട്ട് ഡ്രസ്സ് കൊടുക്കാൻ പറയും. അതിന് പന്നിക്കുട്ടനാണെങ്കിൽ ഞാൻ എന്റെ നിക്കർ അത് കൊടുക്കില്ല, എന്റെ ഈ പാന്റ് കൊടുക്കാന്ന് പറഞ്ഞ് അവന്റെ പാന്റ് ഇപ്പൊ ഗോക്കുവിന് കൊടുക്കും. ഗോക്കുവിനാണെങ്കിൽ ആ പാന്റ് ഇട്ടതിന് ശേഷം നിൽക്കാനായിട്ട് കഴിയാതെ കൺട്രോൾ പോയി താഴേക്ക് വീഴും. അവൻ ഒരുപാട് സമയം ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ടാവില്ല. അപ്പോഴായിരിക്കും അവന് വാല് നഷ്ടപ്പെട്ട കാര്യം അവൻ ശ്രദ്ധിക്കുക. ഷോക്കായിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയും, ഗായ്സ്, എന്റെ വാല് കാണാനില്ല. ലാസ്റ്റ് നൈറ്റ് വരെ എന്റെ വാല് ഞാൻ കണ്ടതാണ്. ആ വാലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ വാല് അതെവിടെ പോയി? ആരെങ്കിലും എന്റെ വാല് അത് കണ്ടായിരുന്നോ? ഇതിന് അവരെല്ലാവരും പറയും, നിനക്ക് നിന്റെ വാല് ആ നഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് നീയും ഞങ്ങളെപ്പോലായി ചേർന്നത്. അതിന് ഗോക്കു ആണെങ്കിൽ അവന്റെ സ്റ്റിക്കിനെ കുറിച്ച് ചോദിക്കും. പിന്നെ അവർ ആ തകർന്നു വീണ ക്യാസ്റ്റില് അത് കാണിച്ചു കൊടുക്കും. അവിടെ എവിടെയോ നിന്റെ ആ സ്റ്റിക്ക് ഉണ്ട്. അത് കേട്ടിപ്പോ നമ്മുടെ ഗോക്കു അവൻ അവിടേക്ക് ഓടും. ഓടുന്നതിനിടയിൽ അവൻ ബാലൻസ് പോയി ഓരോരോ തവണ താഴെ ഇങ്ങനെ അടിച്ചു വീഴുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ചുന്ദരി പെണ്ണും ഒൽമയും ആ ഒരു ഹാൻസം ബോയും അവർ രണ്ടുപേരും ചേർന്ന് എല്ലാവരോടുമായിട്ട് പറയും, ഇനി ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തണമെങ്കിൽ 1 വർഷം കഴിയണം. സോ സ്പെൻഡ് ചെയ്തിട്ട് ഇനി ഒരു കാര്യമില്ല. സോ ഇത് പിരിയാനുള്ള സമയമാണ്.
അതേസമയം ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അവന്റെ സ്റ്റിക്കുമായി അവിടേക്ക് മടങ്ങി വരും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ സ്റ്റിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഇവിടെ നമ്മുടെ ഹാൻസം ബോയും വൊൽമയും അവർ രണ്ടുപേരും കമ്പനിയായി പരസ്പരം കൈകോർത്ത് ഡാൻസ് കളിക്കുക. വൊൽമയാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോടും പന്നിക്കുട്ടനോടും പറയും, ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അത് ഓൾമോസ്റ്റ് സാധിച്ചു, ഞങ്ങൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സിറ്റിയിലേക്ക് പോവാണ്. അതിന് ഗോക്കു പറയും, ഞാൻ അപ്പാപ്പന്റെ അടുത്തേക്ക് പോവാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ട്രെയിനിങ് എടുത്ത് കൂടുതൽ പവർഫുൾ ആവണം, ഇനി നീണ്ട 1 വർഷത്തിന് ശേഷമേ നമുക്ക് ഒരുമിക്കാൻ കഴിയും, അതിനുശേഷം മാത്രമേ ആ ഡ്രാഗൺ ബോൾസ് തിരികെ പിടിക്കാൻ പറ്റൂ. അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ പരസ്പര യാത്ര പറഞ്ഞ് പിരിയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവസാന സമയം വൊൽമയാണെങ്കിൽ അവളുടെ റഡാറ് ഇപ്പോൾ ഗോക്കുവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതിനുശേഷം ഹാൻസം ബോയ് അവനൊരു പില്ല് ഉപയോഗിച്ച് ഒരു ഹെലികോപ്റ്റർ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് അവർ 3 പേരും അതിൽ കയറി അവിടുന്ന് യാത്രയാവും. ഗോക്കു ആണെങ്കിൽ അവന്റെ ക്ലൗഡിൽ കയറി ഗ്രാൻഡ് പേരുടെ അടുത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.